സംഖ്യയുടെ പുസ്തകം 14-ാമത്തെ അധ്യായം. വേഗം എടുക്കാം. സംഖ്യയുടെ പുസ്തകം 14-ാമത്തെ അധ്യായം വായിക്കാം. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം വായിച്ച 1 മുതൽ. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായിത്തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു തലവനെ തെരഞ്ഞെടുത്ത് അവന്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ മോശയും അഹറോനും അവിടെ ഒന്നിച്ചുകൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ കമിഴ്ന്നു വീണു. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യഫുന്നയുടെ മകൻ കാലേബും തങ്ങളുടെ വസ്ത്രം കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഉറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മളിൽ സംപ്രീതനെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ഈ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടരുത്. അവർ നമ്മുടെ ഇരയാണ്. ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ജോഷുവയെയും കാലേബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി. വായിച്ചു പൊക്കോളുക. വിശദീകരണങ്ങൾ ആവശ്യമില്ല. പശ്ചാത്തലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വായിച്ചോളുക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും? അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ അവർ എന്നെ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് നിർമൂലനം ചെയ്യും. എന്നാൽ അവരെക്കാൾ വലുതും ശക്തവുമായൊരു ജനതയെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, ഈജിപ്തുകാർ ഇതേക്കുറിച്ച് കേൾക്കും. അവിടുത്തെ ശക്തമായ കരമാണല്ലോ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ ദേശത്ത് വസിക്കുന്നവരോടും അവർ ഇക്കാര്യം പറയും. കർത്താവെ, അങ്ങ് ഈ ജനത്തിന്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിട്ടുണ്ട്. കാരണം ഈ ജനം അങ്ങയെ അഭിമുഖം കാണുന്നു. അവിടുത്തെ മേഘം ഇവരുടെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊണ്ട് അവിടുന്ന് ഇവർക്ക് വഴി കാട്ടുന്നു. അതിനാൽ ഒരൊറ്റയാളെ എന്ന പോലെ അങ്ങ് ഈ ജനത്തെ സംഹരിച്ചു കളഞ്ഞാൽ അങ്ങയുടെ പ്രശസ്തി കേട്ടിട്ടുള്ള ജനതകൾ പറയും, അവർക്ക് കൊടുക്കാമെന്ന് സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ കർത്താവിന് കഴിവില്ലാത്തത് കൊണ്ട് മരുഭൂമിയിൽ വെച്ച് അവൻ അവരെ കൊന്നുകളഞ്ഞു. കർത്താവെ, അങ്ങ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അങ്ങയുടെ ശക്തി വലുതാണെന്ന് പ്രകടമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കരകവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ കുറ്റക്കാരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3-4 തലമുറ വരെ ശിക്ഷിക്കുന്നവനാണെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് യോജിച്ച വിധം ഈജിപ്ത് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് ക്ഷമിച്ചതുപോലെ ഇപ്പോഴും ഇവരുടെ അപരാധം പൊറുക്കണമേ എന്ന് അങ്ങയോട് ഞാൻ യാചിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ നീതിയുമുണ്ട്, ദൈവത്തിന്റെ കരുണയുമുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്താൽ തെറ്റിന് ശിക്ഷയുണ്ട്. അതിനകത്ത് ഇനി നമ്മൾ കൂടുതൽ ഫിലോസഫി ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. തെറ്റിന് ശിക്ഷയുണ്ട്. തെറ്റിന് ശിക്ഷയുണ്ട്. കാരണം തെറ്റിന്റെ ശിക്ഷയാണ് ഇന്ന് ലോകത്ത് കാണുന്ന സഹനങ്ങളിൽ അധികമൊന്നല്ല, തെറ്റിന്റെ ശിക്ഷയാണ് എല്ലാ സഹനവും. പാപത്തിന്റെ ശമ്പളമാണ് സഹനം. അങ്ങനെ വരുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാം, നമ്മൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണോ നമ്മൾ അനുഭവിക്കുന്നത്? ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ 3 വയസ്സുള്ള കുഞ്ഞ് ക്യാൻസർ രോഗി, അങ്ങനെയുള്ള മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാറുണ്ട്. ഇവിടെ കൊണ്ടുവരട്ടെ ചോദിച്ചിട്ട് ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ പലരും വിളിക്കുന്നുണ്ട്, കൊണ്ടുവരട്ടെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട്. റീജിയണൽ ക്യാൻസർ സെന്റർ RCCയിൽ ക്യാൻസറിന് ചികിത്സയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന മാതാപിതാക്കളാണത്. കൊച്ചു കുഞ്ഞുങ്ങൾ, 3 വയസ്സ്, 2 വയസ്സ്, 1 വയസ്സ്, 4 വയസ്സ്, ക്യാൻസർ രോഗം. പറയാൻ പറ്റുമോ ഈ അമ്മ ചെയ്ത തെറ്റിന്റെ ഫലമാണെന്ന്? അല്ല, അമ്മ ചെയ്ത തെറ്റിന്റെ ഫലമാണെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് അരിച്ചരിച്ച് പുറകോട്ട് പോയാൽ അമ്മയ്ക്ക് ആരോഗ്യമില്ല, അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ വേണ്ട ആരോഗ്യ ഘടകങ്ങളില്ല, അല്ലെ അപ്പൻ്റെ ശരീരത്തിലില്ല. അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ നിന്നുണ്ടായ ഒരു കുഞ്ഞ്, അതിനൊരു രോഗം വരുന്നു. അപ്പോൾ ഈ രോഗം, ഈ അമ്മയ്ക്ക് ആരോഗ്യത്തിന് കുറവുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ നമുക്കറിയാത്ത ഒരു സാഹചര്യം ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. രോഗം വരുന്നതിൻ്റെ ഒരു കാരണം ഉണ്ടല്ലോ. ചുമ്മാ അന്തരീക്ഷത്തിൽ രോഗം കയറി വരില്ലല്ലോ. രോഗം വരുന്നത് ഒന്നുകിൽ ഇവരുടെ ശാരീരിക ഘടന, ഇവരുടെ പ്രത്യേകത, ഇവരുടെ ശരീരത്തിൻ്റെ വൈകല്യങ്ങൾ മാതാപിതാക്കളുടെ ആവാം. ഇനി ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ വൈകല്യങ്ങളിൽ നിന്നാവാം.
ഞാൻ പറയുന്നത് പാപത്തിൽ നിന്നല്ല, ശാരീരിക വൈകല്യങ്ങളിൽ നിന്നാവാം ഈ രോഗം വരുന്നത്. ഇപ്പോൾ വേണ്ട രീതിയിൽ പല പ്രപ്പോർഷൻസിൽ വേണ്ട അനുപാതത്തിൽ ശരീരത്തിൽ പലതും ഇല്ലാത്തത് കൊണ്ടാവാം ഈ കുഞ്ഞിന് ഈ ക്യാൻസർ വരുന്നത്, കാരണങ്ങളാവാം. ഇനി പല കാരണങ്ങളുണ്ട്. അരിച്ചരിച്ച് പുറകോട്ട് പോയാൽ മായം കലർത്തിയ ഭക്ഷണം അതിനൊരു കാരണമല്ലേ? അല്ലേ? ഈ ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു തലമുറ ഉണ്ടായതിന് പിന്നിൽ ആരോ 50 രൂപയ്ക്ക് വേണ്ടി, 500 രൂപയ്ക്ക് വേണ്ടി, 5000 രൂപയ്ക്ക് വേണ്ടി മായം കലർത്തിയ ഭക്ഷണം, മായം കലർത്തിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫുഡ് പ്രോഡക്ട്സ് മായം കലർത്തിയത് ശ്രദ്ധിക്കുന്നുണ്ടോ? അത് വിതരണം ചെയ്തത് ഇങ്ങനെ സഞ്ചരിച്ച് ഒടുവിൽ ഈ കുഞ്ഞിലെ ക്യാൻസറായിട്ട് വന്നതല്ലേ? അപ്പൊ ഈ കുഞ്ഞിന്റെ ക്യാൻസറിന്റെ കാരണം അമ്മയുടെ പാവം അല്ലെങ്കിലും ആരുടെയോ പാവമല്ലേ? ആരുടെയോ പാവമല്ലേ? ആണോ? അതെ. ഒരു സ്കൂട്ടർ അപകടത്തിൽ നിങ്ങളുടെ കുഞ്ഞ് മരിക്കുന്നു. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമല്ല ഈ സ്കൂട്ടർ അപകടത്തിൽ ഈ കുഞ്ഞ് മരിച്ചത്. പക്ഷേ ആരോ ഒരാൾ ഉത്തരവാദിത്വം ഇല്ലാതെ വണ്ടി ഓടിച്ചതിന്റെ ഫലമല്ലേ അത്? ആരോ ഒരാൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന്റെ ഫലമല്ലേ ഇത്? അപ്പൊ ആരുടെയോ പാവം എന്റെ പുറകിലില്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പോ ഭൂമിയിലെ സഹനങ്ങൾ ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് പുറകോട്ട് പോയാൽ എവിടെയെങ്കിലുമൊക്കെ പാപത്തിന്റെ സ്വാധീനം കിടക്കും. തെറ്റിദ്ധരിക്ക് ചെയ്യരുത്. അപ്പനും അമ്മയും ചെയ്ത തെറ്റിന്റെ ഫലമാണ് കൊച്ചു മരിച്ചതെന്ന്. അത് തെറ്റാണ്, അങ്ങനെയല്ല. പക്ഷേ ഈ ഭൂമിയിൽ നടന്ന പാപമുണ്ട്. ഈ പാപം ഒരു കാരണമാണ് സഹനത്തിന്റെ. ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പാപത്തിന്റെ ശിക്ഷയുണ്ട്. പാപത്തിന് ശിക്ഷയുണ്ട്, അത് ഉറപ്പാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പാപത്തിന് ശിക്ഷയുണ്ട്. എന്നാൽ ദൈവം നീതിമാനാണ്. പാപത്തിന് ശിക്ഷയുണ്ട്. എന്നാൽ ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ തന്നെ മക്കളെ ശിക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത കാരുണ്യവാനായ പിതാവുമാണ്. ഈ ഭാഗത്തിന്റെ അർത്ഥം ഞാൻ പറയുകയാണ്. അപ്പോ ദൈവം ഈ ജനത ഇങ്ങനെ ചെയ്താൽ ശിക്ഷിക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് ഇനി കൂടുതൽ ഒരു ഫിലോസഫിയും പറയണ്ട. ഇങ്ങനത്തെ നന്ദികേട് പറഞ്ഞാൽ അവന് എന്താ? ശിക്ഷ തന്നാണ്. അതിന്റെ പ്രതിഫലം ശിക്ഷ തന്നാണ്. പക്ഷേ മോശ പറയാണ്, കർത്താവേ നീ നീതിമാൻ മാത്രമല്ലല്ലോ, കാരുണ്യവാനും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതാണ് ദൈവം പൂർണ്ണനായതുകൊണ്ട് ദൈവത്തിന് കരുണ മാത്രമാവാൻ പറ്റില്ല. ദൈവം നീതി, കാരണം അല്ലെങ്കിൽ ദൈവം അനീതിയുള്ളവനാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരുപാട് പേരുടെ വേദനയ്ക്ക് കാരണമായി ഈ പാപത്തിന് ശിക്ഷയില്ലെങ്കിൽ ദൈവം അനീതിയുള്ളവനാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ദൈവം നീതിമാനാണ്, അതുകൊണ്ട് പാപത്തിന് ശിക്ഷയുണ്ട്. എന്നാൽ അതേ സമയത്ത് ദൈവം കാരുണ്യവാനുമാണ്. മോശ എപ്പോഴും ദൈവത്തിന്റെ നീതി ജനത്തെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ മോശ മുട്ടുകുത്തി ദൈവത്തിന്റെ കാരുണ്യത്തെ വിളിച്ചപേക്ഷിക്കും. എന്തിനാണെന്നറിയാം ഞാനിത് പറയുന്നത്? അച്ഛൻ ഈ ഹാസാഴ്ചയെക്കുറിച്ച്, വിശുദ്ധവാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവത്തിന്റെ കരുണ അന്തരീക്ഷം മുഴുവൻ ഇറങ്ങി ആരുടെ മേൽ വർഷിക്കണമെന്ന് ഇങ്ങനെ കൊതിച്ച് കാത്തു നിൽക്കുന്ന ഒരു സമയമാണ് വിശുദ്ധവാരം. മനസ്സിലായോ? ദൈവത്തിന്റെ കരുണ ആരുടെയെങ്കിലും ഏതെങ്കിലും കുടുംബത്തിന്റെ മേൽ ഒന്ന് ഇറങ്ങി അങ്ങ് വീഴാൻ കാത്തിങ്ങനെ വെള്ളത്തിലേക്ക് ചാടി നീന്താൻ കാത്തു നിൽക്കുന്ന പിള്ളേർ ഇങ്ങനെ ഓങ്ങി നിൽക്കുന്ന പോലെ ദൈവത്തിന്റെ കരുണ കുടുംബങ്ങളിലേക്ക്. കാരണം യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ വിലമതിക്കാനാവാത്ത കൃപ അത് ഈ ഭൂമിയുടെ മേൽ മുഴുവൻ ചൊരിഞ്ഞു കൊടുക്കാൻ സ്വർഗം ഇങ്ങനെ ഓങ്ങി നിൽക്കുന്ന സമയമാണ് വിശുദ്ധവാരം. ആ സമയത്ത് ഉഴപ്പരും. മനസ്സിലായോ? അതായത് എല്ലാ സമയവും നല്ലതാണ്, എല്ലാ ദിവസവും നല്ലതാണ്. പക്ഷേ ചിലത് വിശുദ്ധ കൃപയുടെ വിശുദ്ധിയുടെ മണിക്കൂറുകളുണ്ട്. അങ്ങനെ ഒരു സമയമാണ് ഈ 3 മണി, കരുണയുടെ മണിക്കൂർ. 3 മണി അങ്ങനെ ഒരു സമയമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരാഴ്ചയാണ് ഹോളി വീക്ക്. അപ്പൊ ആ ഹോളി വീക്കിൽ നമുക്ക് കർത്താവിന്റെ കരുണ പ്രാപിക്കാൻ പറ്റിയ സമയമാണ്. ഇവിടെ വരണമെന്ന് ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. നിങ്ങൾ എവിടെ വേണേലും പോയാൽ മതി. പക്ഷെ എവിടെയെങ്കിലും പോണം. ആ ആഴ്ച അവിടെ ഇരുന്ന് കരുണയ്ക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഒറ്റ കൊല്ലം അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ജീവിതത്തിന്റെ സകല കേസുകെട്ടും പരിഹരിക്കാൻ പറ്റിയ ഒരാഴ്ചയാണ്. ഇടം വല്ലം തിരിയാതെ കർത്താവിന്റെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ വേറെ 100 കാര്യത്തിന് പോകരുത്. നിങ്ങൾ എവിടാണോ അവിടെ തന്നെ അങ്ങ് താമസിക്കുക. ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങുക. എഴുന്നേറ്റിരിക്കാൻ പറ്റുമ്പോൾ എഴുന്നേറ്റിരിക്കുക. വേറെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. എവിടെങ്കിലും ഒരിടത്തിരുന്ന് വെറുതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഈ കരുണ
ചോദിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സമയമായിരിക്കും അത്. അതുകൊണ്ട് ഈ വിശുദ്ധവാരം അതിനെ നിസ്സാരമായിട്ട് കളയരുത് നിങ്ങൾ. 2019 ഈ വിശുദ്ധവാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കരുണ ചോദിച്ചുകൊണ്ട് വലിയ തലകുത്തി മറിയൊന്നും വേണ്ട. എവിടെയെങ്കിലും അങ്ങ് അടങ്ങിയിരുന്നാൽ മതി. എവിടെയെങ്കിലും അങ്ങ് ഇരിക്കണം. ഇരുന്നിട്ട് വേറെ വലിയ വലിയ പ്രാരാബ്ധങ്ങൾക്കൊന്നും പോകരുതെന്ന്. ആ ആഴ്ച എവിടെയെങ്കിലും ഒരിടത്തിരിക്കുക, വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, അല്ല മിണ്ടാതിരിക്കുക, ഉറങ്ങുക. ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ചാൽ മതി. ഇച്ചിരി സാഹിച്ചൊക്കെ ഇരിക്കുക. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ കൂട്ടത്തിലെ ഒന്ന് മാത്രമേ ചെയ്യാൻ താല്പര്യം കാണൂ, ഉറങ്ങുക. അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉറങ്ങുന്നില്ല കേട്ടോ, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അസാധാരണം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരിക. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ജനത്തിന് വേണ്ടി മോശ കരുണ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വായിക്കാം 30-20 മുതൽ. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കും. കണ്ടോ, ഇത് ഈശോയുടെ ദൈവത്തിന്റെ ഒരു ടെക്നിക്കാണിത്. ഇത് ഈ മോശ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. സംഭവിച്ചിരിക്കുന്നു. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വായിക്കേ, ഉറക്കെ വായിക്കേ. എന്നാൽ ഞാനാണ് ഭൂമി നിറഞ്ഞിരിക്കുന്ന എൻ്റെ മഹത്വമാണ് കർത്താവായ ഞാൻ പറയുന്നു. എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും ഓക്കെ, ശ്രദ്ധിക്കേ, വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ മഹത്വം കണ്ടിട്ടും. ദൈവം ഇറങ്ങി വരുന്നത് ഈ ജനത കണ്ടിട്ടുള്ളത് പോലെ ആരും കണ്ടിട്ടില്ല. എൻ്റെ മഹത്വം നേരിട്ട് കണ്ടിട്ടും. ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടും 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും, കുറച്ച് മാത്രമേ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ, 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും തന്നെ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. അപ്പൊ ദൈവം എന്താ ഇപ്പൊ പറഞ്ഞ, ഞാനിപ്പോ സകല എണ്ണത്തിനെയും നശിപ്പിക്കാൻ പോവാണ്, നിന്നെയും നിന്നിൽ നിന്നുണ്ടാവുന്ന ഒരു ജനതയും ഞാൻ കൊണ്ടുപോവാം. അപ്പൊ മോശ കിടന്ന് കരഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ ജനം അത് കാണുകയില്ല. കാരണം അവിശ്വാസവും ആവലാതിയും പരാതിയും കുറ്റപ്പെടുത്തലും പരിഹാസവും നിന്ദനവും അവിശ്വാസമായിട്ടിരിക്കുന്ന ഒരു ജനത വാഗ്ദത്ത ദേശത്തെത്തില്ല. ദൈവം നിനക്കായി കാത്തുവെച്ചിരിക്കുന്ന ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിലേക്ക് പ്രവേശിക്കില്ല. അത് പ്രവേശിക്കാനുള്ള 3 വഴി എന്താണ്? സ്തുതി, നന്ദി, ആരാധന. അപ്പൊ ഇതില്ലാത്തൊരു ജനത അതിൽ പ്രവേശിക്കില്ല. മനസ്സിലായി? നന്ദി ഇല്ലാത്തൊരു ജനം പ്രവേശിക്കില്ല. അതായത് ധ്യാന കേന്ദ്രത്തിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും ഒന്ന് കിട്ടുന്നു, പിന്നെ ആ വഴിക്ക് കാണത്തില്ല. ആ നന്ദിയില്ലാത്ത ജനത, എന്താ നമ്മൾ നന്ദി സ്വീകരിക്കാൻ അവിടെ നിൽക്കുന്നില്ലല്ലോ. കർത്താവിൻ്റെ അടുത്ത് വരണ്ടേ, കർത്താവിന് നന്ദി പറയണ്ടേ? ഈശോ ചോദിച്ചില്ലേ, 10 പേരല്ലേ സുഖപ്പെട്ടത്, 9 പേരെവിടെ? 9 പേര് അടുത്ത ധ്യാന കേന്ദ്രത്തിൽ പോയി കർത്താവേ എന്നാണ് ഈ കാലഘട്ടത്തിലെ ഉത്തരം. 9 പേര് അടുത്ത വഴിക്ക് പോയി. അവർക്ക് വേറെ ആവശ്യം വന്നപ്പോൾ വേറെ സ്ഥലത്ത് പോയി. പിന്നെ 9 പേര് വീട്ടിൽ ഇരിപ്പുണ്ട്, 9 പേര് കച്ചവടത്തിന് പോയി. നന്ദിയില്ലാത്തൊരു ജനത, സ്തുതിയില്ലാത്തൊരു ജനത, ആരാധനയില്ലാത്തൊരു ജനത. ശ്രദ്ധിക്കാമോ? നട്ടുച്ചയ്ക്ക് പറയാൻ പറ്റിയ വിഷയമല്ലെങ്കിലും ശ്രദ്ധിക്കാമോ? ആരാധന എന്ന് പറഞ്ഞുണ്ടല്ലോ, ആരാധനയിൽ നിന്റെ സൗകര്യമോ നിന്റെ സുഖമോ നിന്റെ സന്തോഷമോ വിഷയമല്ല. പ്രാർത്ഥനയിലാണ് നിന്റെ സൗകര്യമൊക്കെ നോക്കേണ്ടത്. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഫോക്കസ്. അപ്പൊ ആരാധനയിൽ സമയം പ്രശ്നമില്ല, നിൽക്കുന്ന പ്രശ്നമല്ല, ചൊല്ലുന്ന പ്രാർത്ഥനയുടെ നീളം പ്രശ്നമല്ല. എല്ലാം ദൈവം എന്ത് പറയുന്നു അത് ചെയ്യും. ആരാധനയിൽ മനസ്സിലായി? ആരാധന എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നമ്മൾ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാങ്ങിക്കുന്നതാണ്. ആരാധനയും പ്രാർത്ഥനയും വ്യത്യാസമുണ്ട്. ആരാധനയ്ക്ക് ഒരു സുഖവും കിട്ടിയില്ലെന്ന് പറയരുത്. സൂചിപ്പിക്കാനല്ല ആരാധന, മനസ്സിലായോ? ആരാധനയ്ക്ക് ഒരു സുഖവും കിട്ടുക, ആ അച്ഛൻ്റെ കുർബാനയ്ക്ക് ഒരു സുഖവും ഇല്ല. എടാ, നിന്നെ സൂചിപ്പിക്കാനല്ലത്, മനസ്സിലായി? അതായത് അത് റോങ് കൺസെപ്റ്റാണ് തലയിൽ കിടക്കുന്നത്. എന്താണ്? എനിക്ക് നല്ല സുഖം കിട്ടണം ആരാധിക്കുമ്പോൾ. സുഖം കിട്ടുന്ന നീ ഒഴിച്ചില്ല പോ, സുഖം കിട്ടും. അതിന് ആരാധിക്കാൻ വരരുത്. നല്ല ആയുർവേദ ട്രീറ്റ്മെന്റിന് പോകും ആ പറഞ്ഞ സാധനത്തിന്.
ആരാധന എന്ന് പറഞ്ഞാൽ ഇത് ആള് ദിവസം പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് എളുപ്പം അവിടെ കുർബാനയ്ക്ക് പോകാം. കാരണം എന്താ പറയുക, പെട്ടെന്ന് തീരും. പെട്ടെന്ന് തീരുമ്പോ നീ നിന്റെ സുഖമല്ലേ നോക്കുന്നത്, പെട്ടെന്ന് തീരുമെന്ന് മനസ്സിലാവുന്നോ? അപ്പൊ അതിനകത്ത് പെട്ട 5 മിനിറ്റ് കൊണ്ട് അങ്ങ് തീരും. മറ്റേത് വലിച്ച് നീട്ടി 1.5 മണിക്കൂർ വെച്ചോണ്ടിരിക്കുക. ഈ തലയ്ക്കകത്ത് കിടക്കുന്ന ആ സംഭവം പിടികിട്ടിട്ടില്ല. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖമോ സൗകര്യമോ അവിടെ വിഷയമല്ല. ആരാധന കഴിഞ്ഞ ഒരാൾ പറയേണ്ട എങ്ങനെയാണെന്നറിയാം, അയ്യോ 15 മിനിറ്റ് കുറഞ്ഞു എന്നാ പറയട്ടെ. അങ്ങനെ ഇന്നും ഒരാളിലും പറഞ്ഞിട്ടുണ്ടോ? നാശം, 1/2 മണിക്കൂർ കഴിഞ്ഞെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും ആരാധകർ പറയേണ്ടെന്നറിയാം, അയ്യോ 15 മിനിറ്റ് ഇന്ന് കുറഞ്ഞു പോയി, എന്തോ ഒരു പ്രയാസം, കുർബാനയ്ക്ക് ഇന്ന് 1.5 മണിക്കൂർ എടുത്തുള്ളൂ, എന്തോ ഒരു പോരായ്മ പോലെ. അങ്ങനെയാ പറയേണ്ടത്. ഞാൻ പണ്ട് ഈ പാപ്പാല കോളനിയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെയുള്ള ഹിന്ദുക്കളെയും ഒക്കെ സഹോദരന്മാരെ എല്ലാം ഞാൻ തന്നെ അടക്കിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ അടക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ആര് മരിച്ചാലും എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഞാൻ ചെന്നിട്ട് മാമോയിസ മുങ്ങാത്തവരാണെങ്കിൽ ചെറിയൊരു പ്രാർത്ഥന ചൊല്ലി അങ്ങ് അടക്കുകയാണ്. മാമോയിസ മുങ്ങിയവർക്കാണല്ലോ മറ്റേ പ്രാർത്ഥനകൾ. മാമോയിസ മുങ്ങാത്തവർക്ക് എൻ്റേതായ ഒരു ക്രമമുണ്ട്. മാമോയിസ മുങ്ങാത്തവർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഒരു ലിറ്റർജി ഉണ്ട്. അതനുസരിച്ച് ഞാൻ ചെന്നിട്ട് ഒരു ആശീർവാദമൊക്കെ കൊടുത്ത് അങ്ങ് അടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ ഒരു സ്റ്റോള് വിട്ട് അവിടെ ചെന്ന് ഈ പുസ്തകം എടുത്ത്, പുസ്തകം ഇല്ലല്ലോ, എൻ്റെ ക്രമമാണ്. അപ്പോൾ എൻ്റെ ക്രമം അനുസരിച്ച് ഞാൻ ഒരു പ്രാർത്ഥന നടത്തി അങ്ങ് അടക്കിയപ്പോൾ ഒരുത്തൻ ഇങ്ങനെ പൂസായിട്ട് നിന്നിട്ട് പറഞ്ഞു, മറ്റേ ആ കറുത്ത സാധനം എന്താ ഇടാത്തതെന്ന് ചോദിച്ചു. മനസ്സിലായി? അവന് പോലും ഉണ്ട് വെളിവ്. മനസ്സിലായി? അപ്പൊ ഇത് ഹൈന്ദവ സഹോദരനായതുകൊണ്ട്, മാമോയിസ മുങ്ങാത്ത ആളായതുകൊണ്ട് ഞാൻ ലളിതമായൊരു എൻ്റെ സ്വന്തം ക്രമത്തിൽ അടക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുത്തം പൂസായിട്ട് നിന്നിട്ട് ചോദിക്കാം, അവിടെ നിന്നിട്ട് നിൽക്കുക, ഒരു ഇങ്ങനെ നിൽക്കുക, എന്താ കാര്യം, മറ്റേ കറുത്ത സാധനം എന്താ ഇടാത്തതെന്ന് പറഞ്ഞു. അതായത് കറുത്ത കുപ്പായ ഇട്ടോണ്ടായി അടക്കുന്നേ, അല്ലെങ്കിൽ അത് ശവസംസ്കാരത്തിന് അത് ഇട്ട് അച്ഛന്മാർ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പൂസാണെങ്കിൽ എന്താ, അവന് പോലും ഉണ്ട് വിവരം. എന്താണ് അതിങ്ങനെ തോന്നുന്ന പോലെ നടത്താൻ പാടില്ല. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അവനോട് ഇപ്പം മാമോദീസയും മാമോദീസ രാഹിത്യവും തമ്മിലുള്ള വ്യത്യാസമൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, കറുത്തത് നനഞ്ഞു കിടക്ക, ഉണങ്ങിയില്ല, അതുകൊണ്ടാ. അപ്പം പോയിട്ട് വരാന്ന് പറഞ്ഞു ഞാനിങ്ങ് പോരുന്നു. അപ്പൊ ഏതായാലും ആരാധനയ്ക്ക് നമ്മുടെ ഇഷ്ടമല്ല. ആരാധനയ്ക്കൊരു നിയമമുണ്ട്. എന്ത് പറഞ്ഞപ്പോഴാ പറഞ്ഞേ? സ്തുതി, കൃതജ്ഞത, ആരാധന. ഒന്ന് വലത് കരവേർത്തവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വായിക്കാം, എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. വായിക്കുന്നുണ്ടോ? എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവൻ്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. താഴ്വരയിൽ അമലേക്കരും കാനാന്യരും പാർക്കുന്നത് കൊണ്ട് നാളെ ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് പിന്തിരിഞ്ഞോളുക. ഇതാണ് ദ മോസ്റ്റ് ട്രാജിക് മൊമെന്റ് ഇൻ ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്. ഇത് കാലെടുത്ത് ചാടിയ കാനാൻ ദേശത്തെത്തായിരുന്നു. അവിടം വരെ എത്തിയതാണ്. എത്തിയപ്പോൾ പറയുകയാണ്, ആവലാതി, പിറുപിറുപ്പ്, സങ്കടം പറച്ചിൽ, ദുഷിപ്പ്, അത്യാഗ്രഹം, പിറുപിറുപ്പ്, അധികാരത്തിനെതിരെ കലഹം, അവിശ്വാസം ഒക്കെയുള്ള ജനതയെ തിരിഞ്ഞോളാൻ പറഞ്ഞു. ഇതെൻ്റെ ജീവിതമാണ്, ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഇത് എങ്ങോട്ട് എത്തിയായിരുന്നു? വാതുക്കലെത്തിയായിരുന്നു. അപ്പോഴാ പറയുന്നത് തിരിഞ്ഞോളാൻ. ഇനി മരുഭൂമിയിലൂടെ ഇങ്ങനെ സിഗ്സാഗ് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, വഴിപിഴച്ച ഈ സമൂഹം എത്ര നാൾ എനിക്കെതിരെ പെറുവിറുക്കും? എനിക്കെതിരെ ഇസ്രായേൽ ജനം പെറുവിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറയുക, ജീവിക്കുന്നവനായി ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ കേൾക്കെ നിങ്ങൾ പെറുവിറുത്തതുപോലെ ഞാൻ നിങ്ങളോട് ചെയ്യും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ 20 അതിലേറെയും വയസ്സുള്ളവരിൽ എനിക്കെതിരായി പെറുവിറുത്ത ഒരാൾ പോലും, കണ്ടോ, എനിക്കെതിരെ പെറുവിറുത്ത ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ എന്നെ സ്തുതിക്കാത്ത ഒരാൾ പോലും, എനിക്ക് നന്ദി പറയാത്ത ഒരാൾ പോലും, നന്ദിയില്ലാത്ത, സ്തുതിയില്ലാത്ത, ആരാധനയില്ലാത്ത ഒരാൾ പോലും. വായിച്ചേ,
നിങ്ങളിൽ 20 അതിലേറെ വയസ്സുള്ളവരിൽ എനിക്കെതിരെ പെറുപെറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കില്ല. യഫുന്നയുടെ മകൻ കാലേബും നൂനിന്റെ മകൻ ജോഷുവയും മാത്രം അവിടെ പ്രവേശിക്കും. എന്നാൽ ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കളെ ഞാൻ അവിടെ കയറ്റും. നിങ്ങൾ പറഞ്ഞ എന്താ? ഞങ്ങളെ ഞങ്ങളുടെ കൊച്ചുങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നല്ലേ പറഞ്ഞത്? നിന്റെ കൊച്ചുങ്ങളെ ഞാൻ അവിടെ കയറ്റും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ അവസാനത്തെ ആൾ ഈ മരുഭൂമിയിൽ വീഴുന്നത് വരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലിഞ്ഞു തിരിയും. 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്നോട് കാട്ടിയ അവിശ്വസ്തതയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ അറിയും. കർത്താവായ ഞാനാണ് പറയുന്നത്. എനിക്കെതിരെ ഒത്തുചേർന്ന ദുഷ്ടന്മാരുടെ കൂട്ടത്തോട് തീർച്ചയായും ഞാനിത് ചെയ്യും. അവരിൽ അവസാനത്തെ മനുഷ്യൻ വരെ മരുഭൂമിയിൽ മരിച്ചു വീഴും. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇനി നോക്കി ഇതിന്റെ മറുവശം പറഞ്ഞാൽ, നമ്മൾ സ്തുതിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ വാക്കുകൊണ്ടുള്ള ബ്ലാബ്ലാ മാത്രമല്ലത്, ഹൃദയത്തിനകത്താണ് ഇത് വരേണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിൽ, നോട്ടത്തിൽ, കാഴ്ചപ്പാടിലൊക്കെ ദൈവം എന്തോരം കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് അനുദിനം ഒരു വ്യക്തി ഓർക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഈ സ്തുതിപ്പ്. ഹൃദയത്തിലാണ് ആദ്യം സ്തുതിപ്പ് ആരംഭിക്കേണ്ടത്, ഹൃദയത്തിൽ. പിന്നീടാണ് അത് അധരത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇതെല്ലാം മനോഭാവങ്ങളാണ്. അതായത് പരാതിയില്ലാത്ത, ഇപ്പൊ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട്, പക്ഷെ ദൈവമേ നീ എന്തോരം നയിച്ചതാണ്, അപ്പൊ ഈ കഷ്ടപ്പാട് സാരമില്ല, ഇത് മാറും. അങ്ങനെ സ്തുതി, കൃതജ്ഞത, ആരാധന ഇത് നടത്തുന്നതിനനുസരിച്ച് നമ്മുടെ വേഗം കൂടും, നമ്മുടെ യാത്രയുടെ വേഗം കൂടും. ഈ സ്തുതിയും ഈ കൃതജ്ഞതയും ഈ ആരാധനയും നമ്മൾ നിർവഹിക്കുന്നതിനനുസരിച്ച് നമ്മുടെ യാത്രയുടെ വേഗം കൂടും. യഥാർത്ഥമായിട്ട് നിങ്ങൾ ഒന്ന് ആരാധിച്ചാൽ വേഗം നിങ്ങളുടെ സ്പീഡ് കൂടും. അതുകൊണ്ട് ആരാധനയിലേ അത് നടക്കും. അതുകൊണ്ട് ആരാധനകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധവാനയുടെ മുമ്പിൽ പോയി 10 മിനിറ്റ് കർത്താവിനെ നോക്കിയിരുന്ന് ഈശോയെ ആരാധിച്ചാൽ സ്പീഡ് കൂടും. വാഗ്ദത്ത നാട്ടിൽ നിങ്ങളെ ദൈവം എത്തിക്കേണ്ടടുത്ത് നിങ്ങൾ എത്തും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി കുറച്ച് കാര്യങ്ങൾ ഈ 14 അധ്യായത്തിലുള്ളത് ഞാൻ വേഗം പറയാം. എന്നെ നോക്കിയ സമയം എന്തായി? എത്ര? 2:30. ശ്രദ്ധിക്കുക, വേഗം പറയാം. ഇവരെന്തെന്നറിയാമോ? ഈ ആളുകളോട് മോശ ചെന്ന് ഇത് പറഞ്ഞു. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു? അപ്പൊ ഭയങ്കര സങ്കടം. ഈ കള്ള അനുതാപം ഉണ്ടല്ലോ, അതായത് ഒരു ധ്യാനം കഴിയുമ്പോൾ ധ്യാനഗുരു നന്നായിട്ട് അങ്ങ് പേടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു കള്ള അനുതാപം ഉണ്ടല്ലോ. അന്നേരം പോയി എല്ലാം അങ്ങോട്ട് പോയി ഏറ്റു പറഞ്ഞിട്ട് പിറ്റേ ദിവസം പോയി അത് തന്നെ ചെയ്യുന്ന ആ കള്ള അനുതാപം, അതാണ് ഇവിടെ. ഉടനെ ചങ്കത്തടിച്ചിട്ട് അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം. മോശക്കാരി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞപ്പോൾ അവര് ഏറെ വിലപിച്ചു. എന്നിട്ട് അവർ പറയും, പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് അവർ മലമുകളിലേക്ക് പോകാൻ ഒരുങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി, എന്നാൽ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പോകാൻ ഞങ്ങൾ ഇപ്പൊ തയ്യാറാണ്. ഞങ്ങൾക്ക് തെറ്റൊക്കെ സംഭവിച്ചു പോയി, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പൊക്കളയെന്ന് പറഞ്ഞു. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ എന്തിന് കർത്താവിന്റെ കൽപ്പന ലംഘിക്കുന്നു? അതൊരിക്കലും വിജയിക്കുകയില്ല. ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ നിങ്ങൾ ഇപ്പോൾ മുകളിലേക്ക് കയറി. ഇങ്ങോട്ട് നോക്കിയോ, പറഞ്ഞുതരാം. അപ്പൊ ഇവര് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയാണ്, ഞങ്ങൾ ഇപ്പൊ തന്നെ ആരാധിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഹാല 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 ഹാല, ഈ കള്ള ഹാല ഉണ്ടല്ലോ, ഈ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്, ഞങ്ങൾ ഇപ്പൊ തന്നെ നന്ദി പറയും, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹൃദയത്തിനകത്ത് ഇതില്ല, ചുമ്മാ അങ്ങനെ ചെയ്യുന്നത് പോലെ ഇവര് പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ തന്നെ കാനാൻ ദേശത്തേക്ക് കയറാം, വാടാ മക്കളെ നമുക്ക് മലയിലോട്ട് കയറാം, കാനാൻ ദേശത്തോട്ട് കയറാന്ന് പറഞ്ഞ് എല്ലാം കൂടെ ചാടി മലയിൽ കയറി. മോശ പറഞ്ഞു, പോവരുത്, കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല, വാഗ്ദാന വേട നിങ്ങളുടെ കൂടെ ഇല്ല, ഞാൻ നിങ്ങളോട് വരുന്നില്ല, പോരുത്. അല്ലല്ലല്ല ഇപ്പൊ തന്നെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്, വാടാ മക്കളെ ഇടറാ, ചട്ടിയും പാത്രമൊക്കെ ഇടറാ, ബാഗ് ഇടറാ, തുണി ഇടറാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ ചാടി മലയിലോട്ട് കയറി. അവിടെ നല്ല കാനാന്യരും അമ്മൂന്യരും അവിടെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവര് കിലോമീറ്ററുകൾ നിങ്ങളെ ഓടിച്ചു. ബാഗുമൊക്കെ ആയിട്ട് ഓടുന്ന ഒരു ഓട്ടം നിങ്ങളെ നാല് ചോദിക്കുക. എല്ലാവരും അപ്പച്ചനും അമ്മച്ചിയും മക്കളും പിള്ളേരും ഗർഭിണിയും കുഞ്ഞും രോഗിയും സ്ട്രെച്ചറും എല്ലാം കൂടെ ആംബുലൻസ് എല്ലാം കൂടെ ഓടുന്ന ഒരു ഓട്ടം നിങ്ങൾ നാല് ചോദിക്കുക. വല്ല കാര്യമുണ്ടോ? ഇത് മര്യാദയ്ക്ക് വിശ്വസിച്ച് കർത്താവ് പറയുന്ന പോലെ അനുസരിച്ചാൽ ഈ ഓട്ടത്തിന്റെ ആവശ്യം ഇല്ല. അങ്ങനെ 14-ാം അധ്യായം അവസാനിക്കുന്നു. എഴുന്നേറ്റോട്.